ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർഫെക്റ്റ് നമ്പറാണ്. ഓക്കെ, സോ ഒരു നമ്പർ പെർഫെക്റ്റ് നമ്പർ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ആ ഫാക്ടേഴ്സിൻ്റെ സം നമ്മുടെ ഗിവൺ നമ്പർ തന്നെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഒരു പെർഫെക്റ്റ് നമ്പർ എന്ന് പറയാം. ഓക്കെ, ഇതിനകത്തൊരു കണ്ടീഷനുണ്ട്. നമ്മൾ ഈ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പം സെയിം നമ്പർ കൊടുക്കാൻ പാടില്ല. ആ സെയിം നമ്പറിന് മുന്നേ ഉള്ള നമ്പർ വരെ. ഫോർ ആൻ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഡിവൈസേഴ്സ് നമ്മൾ വിളിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന നമ്പർ 6 ആണെന്ന് വിചാരിക്കാം. 6ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1 വെച്ച് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 വെച്ച് ചെയ്യാൻ പറ്റും, 4 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ വരും, കൊണ്ട് പറ്റത്തില്ല. 5 വെച്ചും പറ്റത്തില്ല. ഇനി നമ്മൾ 5 വരെ മാക്സിമം പോകാൻ പാടുള്ളൂ. 6 ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ 6ൻ്റെ അടുത്തിൽ ബാക്കി നമ്പറല്ലോടെ ഒരിക്കലും നമ്മൾ 6നെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ സം ഈക്വൽ ടു 6 ആവത്തില്ലല്ലോ, ഡെഫിനിറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സെപ്റ്റ് ദ ഗിവൺ നമ്പർ, ആ നമ്പർ ഒഴിച്ച് അതിന് തൊട്ട് താഴെയുള്ള ബാക്കി എല്ലാ നമ്പേഴ്സും നമ്മൾ എന്ത് ചെയ്യും? അത് ചെക്ക് ചെയ്ത് നോക്കും. അത് ഡിവൈസേഴ്സ് ആണെങ്കിൽ ഈ ഡിവൈസേഴ്സിൻ്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും? സം ചെയ്യും. 1 + 2 + 3 ചെയ്തിട്ട് ആ കിട്ടുന്ന നമ്പർ 3 + 2 5 + 1 6 തന്നെയാണ് നമ്മുടെ ഗിവൺ നമ്പർ എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ നമ്പർ ഇസ് എ പെർഫെക്റ്റ് നമ്പർ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു നമ്പറിനെ നമ്മൾ വാങ്ങി വെക്കും. യൂസറിൻ്റെ കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞ് വെച്ചു. ആ നമ്പറിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആണ് 6 എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 6 മോഡ് അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും ഞാൻ എടുക്കും. ആദ്യം ചെയ്യുന്നത് എന്താ? 1 ചെയ്യും. 6 മോഡ് 10 = 0 ആണോ? ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാല്യൂവിനെ എൻ്റെ സമ്മിലേക്ക് ഞാൻ ആഡ് ചെയ്യും. ഓക്കെ, സോ സം = എന്ത് വരും? ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ. ഓക്കെ, ആ ഒരു വാല്യൂവിനെ ഞാൻ ഒരു പേര് വിളിച്ചു, ചുമ്മാ ഐ എന്ന് വിളിക്കുവാണെങ്കിൽ സമ്മിലേക്ക് ഇപ്പോൾ എന്ത് വരും? ഐ എന്നുള്ള വാല്യൂ വരും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യും? അടുത്ത രണ്ടാമത്തെ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കും. 6 മോഡ് 2 = 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. 6 മോഡ് 2 = 0 ആണോ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സം എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി ഇപ്പോൾ സമ്മിലേക്ക് 1 വന്നിട്ടുണ്ട്. ആ 1 + 2 കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്താ? ക്യുമുലേറ്റീവ് സമ്മ. സോ സം = സം + ഐ കൊടുക്കും. മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് വന്നതെന്ന്? നീ നോക്കും. അടുത്ത 6 മോഡ് 3 = 0 ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി 2 + 1 3 ഇരിപ്പുണ്ട്. ആ 3യുടെ കൂട്ടത്തിൽ ഈ 3യും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ സമ്മിൻ്റെ ഇക്വേഷൻ എന്തായി മാറും? സം = സം പ്ലസ്, ഇപ്പോൾ നമ്മൾ ഐ എന്നുള്ള വേരിയബിളിലാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ സം + ഐ കൊടുക്കും. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യും. 6 മോഡ് 4 = 0 ആണോ നോക്കും. ആണോ? അല്ല. അതുകൊണ്ട് സമ്മിൽ ചേഞ്ച് വരത്തില്ല. ദെൻ 6 മോഡ് 5 = 0 ആണോ എന്ന് നോക്കും. ആണോ? അല്ല. അതുകൊണ്ട് 6 മോഡ് 5 = 0 അല്ലാത്തതുകൊണ്ട് സമ്മിലേക്ക് ചേഞ്ച് വരത്തില്ല. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന നമ്പേഴ്സ് എന്താണ്? 1 എടുത്തു, 2 എടുത്തു, 3 എടുത്തു, 4 എടുത്തു, 5 എടുത്തു. അതായത് ഒരു കണ്ടിന്യൂസ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മോഡുലെസ് ഓപ്പറേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അതായത് 6 മോഡ് 1, 6 മോഡ് 2, 6 മോഡ് 3, 6 മോഡ് 4, 6 മോഡ് 5. അപ്പോൾ എന്താ? ഒരു കണ്ടിന്യൂസ് ലിസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് അറിയാം? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു റേഞ്ച് ഓഫ് വാല്യൂസിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരെന്താണ്? റേഞ്ച് യൂസ് ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്? റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഈ മോഡുലസ് ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ലൂപ്പിനകത്ത് കൊടുക്കാം. ആണല്ലോ. സോ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഗിവൺ നമ്പർ 6 ആയതുകൊണ്ട് നമ്മൾ എവിടം വരെ പോയി? 5 വരെ പോയി. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? 1, നമ്മിനകത്തിരിക്കുന്ന വാല്യൂ 6 ആണ്. സോ 1 മുതൽ 6 വരെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി എവിടം വരെ പോകും? നമ്മൾ 5 വരെ ആയിരിക്കും നമ്മുടെ മൂവ്മെൻറ്റ്, നമ്മുടെ റേഞ്ച് അല്ലേ? ആറാമത്തെ വാല്യൂയിലേക്ക് വരുമോ? ഇല്ല. കാര്യം റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അപ്പർ ലിമിറ്റിനേക്കാളും ഒരു നമ്പർ മൈനസ് ചെയ്തുകൊണ്ടേ റേഞ്ചിനകത്ത് ജനറേറ്റ് ചെയ്യത്തുള്ളൂ വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഇതൊരു ലൂപ്പ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? 4 കൊടുക്കാം. സോ 4 ഒരു വേരിയബിളിൻ്റെ പേര് കൊടുക്കുക, ഐ ഇൻ റേഞ്ച്. സോ അപ്പോൾ ഈ വരുന്ന 1 മുതൽ 5 വരെയുള്ള വാല്യൂസ് എല്ലാം ആരിലോട്ട് ചെന്നോളും? ഐയിലേക്ക് ചെന്നോളും. 5 തവണ ഐയിലേക്ക് വാല്യൂസ് ജനറേറ്റ് ചെയ്തോളും അല്ലേ? അവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ ഓരോ വാല്യൂസും എന്താണെന്ന് ചെക്ക് ചെയ്യണം? = 0 ആണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കും. കാര്യം നമുക്ക് ചെക്കാണ് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നമ്പർ, ഈ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസർ തന്നിരിക്കുന്ന നമ്പറാണ് അല്ലേ? സോ നം മോഡ് ഐ, ഐയിലാണ് ഈ ഓരോ വാല്യൂസും വരുന്നത്. നം മോഡ് ഐ = 0 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മുടെ സമ്മിലേക്ക് ആഡ് ചെയ്യണം. സോ സം = സം + ഐ കൊടുക്കണം അല്ലേ? അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എൽസ് പോർഷനെ നമുക്കിവിടെ ഡിസ്കാർഡ് ചെയ്യാം. ഇതിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഈ ഒരു പ്രോസസ്സിങ്ങിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴേക്കും ഫൈനൽ സം എവിടെ കാണും? സമ്മിൽ കാണും. ഓക്കെ, നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല. ഈ സമ്മിലുള്ള വാല്യൂ തന്നെയാണോ, ഈ സമ്മിനകത്തിരിക്കുന്ന വാല്യൂ തന്നെയാണോ നമ്മളുടെ ഗിവൺ നമ്പർ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ?
സം ഇസ് ഈക്വൽ ടു നം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഗിവൺ നമ്പർ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയും. ആണെങ്കിൽ നമ്മൾ എന്ത് പ്രിൻറ്റ് ചെയ്യും? പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും. പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞ് നമ്മൾ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അല്ല എങ്കിൽ നമ്മൾ എന്ത് പ്രിൻറ്റ് ചെയ്യും? എൽസ് നമ്മൾ പ്രിൻറ്റ് ചെയ്യും നോട്ട് പെർഫെക്റ്റ് നമ്പർ. നോട്ട് പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞ് നമ്മൾ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതൊന്നും കൂടെ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നം എന്നുള്ള വേരിയബിളിലേക്ക് യൂസർ എന്ത് ചെയ്യും? നമുക്ക് ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യും. ഓക്കെ, സോ എൻഡ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ നമ്പർ. അപ്പോൾ ഈ നമ്പറിനകത്ത് നമുക്കൊരു വാല്യൂ വരും. എവിടെ വരും? നമ്മിൽ വരും. ഓക്കെ, ഇനി ആ നമ്പറിനകത്തും നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മിനെ നമുക്ക് എന്ത് ചെയ്യണം? മോഡ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? നം മോഡ് ഐ ആ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മോട് ഐ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഒരു തവണ ചെയ്താൽ മതിയോ? ഒരുപാട് തവണ ചെയ്യണം. അപ്പം ഓരോ ഐ വാല്യൂസും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഫാക്ടേഴ്സിനെ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ പേരെന്താണ്? ഐ എന്ന് വിളിച്ചു. സോ ഫോർ ഐ ഇൻ റേഞ്ച് എന്ത് ചെയ്തു? 1 to എവിടം വരെ പോകണം? നം വരെ പോകണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ നം വരെ, അതായത് 5 times. 1 മുതൽ 5 വരെയാണ്. നമ്പറിലുള്ള വാല്യൂ 6 ആണെങ്കിൽ 1 മുതൽ 5 വരെ ആയിരിക്കും ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഓരോ ഐ വാല്യൂസും. ഓക്കെ, അവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഫോർ ഐ ഇൻ റേഞ്ച് 1 to നം വരെ നമുക്ക് പോകണം. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ ഐയെയും വെച്ച് നമ്മൾ നമ്മിൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യണം അല്ലേ? അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഇഫ് നം മോഡ് ഐ ഈക്വൽസ് 0 ആണോ എന്ന് നോക്കണം. ആണെങ്കിൽ ഈ ഓരോ ഐയും നമ്മുടെ സമ്മിലേക്ക് ആഡ് ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? സം ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? സം പ്ലസ് ഐ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര തവണയാണ്? 5 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ വേണ്ട സം വാല്യൂ ഇവിടെ വന്നിട്ടുണ്ടാവും, സമ്മിൽ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ സമ്മിലിരിക്കുന്ന വാല്യൂവും യൂസർ തന്നിട്ടുള്ള ഇൻപുട്ടും സെയിം ആണെങ്കിൽ, യൂസർ തന്നിട്ടുള്ള ഇൻപുട്ട് എവിടെ ആയിരിക്കുന്നത്? നമ്മിൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? പ്രിൻറ്റ് എന്താണ്? ആംസ്ട്രോങ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അല്ല എങ്കിൽ എൽസ് നമ്മൾ എന്ത് പറയും? പ്രിൻറ്റ് നോട്ട് ആംസ്ട്രോങ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഇട്ട് നോക്കാം. നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ 6 ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 4ൽ ഐയുടെ വാല്യൂ ഇൻ റേഞ്ച് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന എവിടെ മുതലാണ്? 1 മുതൽ 6 വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യും? 1 മുതൽ 5 വരെ ജനറേറ്റ് ചെയ്യും. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഇഫ് നമ്മിലുള്ള വാല്യൂ എന്താണ്? 6 മോഡ് ഐയുടെ വാല്യൂ എന്താണ്? 1 ഈക്വൽസ് 0 ആണോ നോക്കും. ആണോ? അതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സമ്മിലേക്ക് എന്ത് ചെയ്യും? സം പ്ലസ് ഐ. ഐയുടെ വാല്യൂ ഇപ്പോൾ എന്താണ്? 1 ആണ്. സോ സമ്മിൻ്റെ വാല്യൂ പ്ലസ് ഐ എന്ന് പറയുമ്പോഴേക്കും എന്ത് വരും? 1 എന്നുള്ള വാല്യൂ ആർക്ക് വരും? സമ്മിലേക്ക് വരും. ഓക്കെ, നമ്മൾ ലൂപ്പിലേക്ക് വീണ്ടും റീ എൻട്രി ചെയ്യും. അവിടെ നമ്മൾ ഐയുടെ നെക്സ്റ്റ് വാല്യൂ ജനറേറ്റ് ചെയ്യും. സോ ഐ ഇൻ റേഞ്ച് എന്താണ്? 1 to 6ലേക്ക് നമ്മൾ വീണ്ടും കയറും. അപ്പോൾ ഐയുടെ വാല്യൂ എന്താണ്? നേരത്തെ 1 ആയിരുന്നത് ഇപ്പോൾ എന്താവും? 2 ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? 6 മോഡ് 2 ഈക്വൽസ് 0 ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സം ഇസ് ഈക്വൽ ടു ഓൾറെഡി ഉള്ള സമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണ്? 1 ആണ്. സോ 1 പ്ലസ് ഇപ്പോഴുള്ള 2. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3 കിട്ടും. സോ സമ്മിൽ ഇപ്പോഴത്തെ വാല്യൂ എന്തായി മാറി? 3 ആയി മാറി. നമ്മൾ ലൂപ്പിനകത്ത് തന്നെ ഇരിക്കുവാണ്. വീണ്ടും നമ്മൾ ഐ ഇൻ റേഞ്ച് 1 to 6ലേക്ക് പോകും. അവിടെ നമ്മൾ റേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം 3ാമത്തെ ഇറ്ററേഷനിലാണ് നിൽക്കുന്നത്. സോ ഐയുടെ വാല്യൂ എന്താണ്? 3 ആണ്. അവിടെ നമ്മൾ ചെക്ക് ചെയ്യും എന്താണ്? 6 മോഡ് 3 ഈക്വൽസ് 0 ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ആണല്ലോ. സം ഇസ് ഈക്വൽ ടു ഓൾറെഡി ഉള്ള സമ്മിൻ്റെ വാല്യൂ എന്താണ്? ഇപ്പോൾ 3 ആണ്. സോ 3 പ്ലസ് പുതിയ ഐ വാല്യൂ വാട്ട് ഇസ് ദാറ്റ്? 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സമ്മിലെ വാല്യൂ 6 ആയി മാറി. നമ്മൾ എന്നിട്ട് വീണ്ടും ലൂപ്പിലേക്ക് ചെല്ലും. അവിടെ നമ്മൾ എന്താണ്? ഐ ഇൻ റേഞ്ച് 1 to 6. അപ്പോൾ ഐയുടെ വാല്യൂ എന്താണ്? 3 ആയിരുന്നത് മാറി 4 ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? 6 മോഡ് 4 ഈക്വൽസ് 0 ആണെന്ന് ചെക്ക് ചെയ്യും. അല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല? സമ്മിനെ അപ്ഡേറ്റ് ചെയ്യത്തില്ല. നമ്മൾ വീണ്ടും ലൂപ്പിലേക്ക് ചെല്ലും. അവിടെ ഐ ഇൻ റേഞ്ച് 1 to 6 വർക്ക് ചെയ്യും. ഇപ്പോൾ ഐയുടെ വാല്യൂ എന്താവും? 4 മാറി 5 ആവും അല്ലേ? അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? 6 മോഡ് ഐ ആണ്. ഐയുടെ വാല്യൂ എന്താണ്? 5 ഈക്വൽസ് 0 ആണോ എന്ന് നോക്കും. ആണോ? അല്ല, അതുകൊണ്ട് സം അപ്ഡേറ്റ് ചെയ്യത്തില്ല. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ എന്താണ്? ഐയുടെ വാല്യൂ ആയിട്ട് നമുക്ക് ലൂപ്പിലേക്ക് പോകാൻ പറ്റുമോ? ഐയുടെ വാല്യൂ 6 ആകും. ഐയുടെ വാല്യൂ 6 ആകുമ്പോഴേക്കും നമ്മൾ റേഞ്ചിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന നേരെ പുറത്തിറങ്ങി വരും. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. എന്താ ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്? നമ്മളുടെ കയ്യിലിരിക്കുന്ന സമ്മിൻ്റെ വാല്യൂ ഈക്വൽസ് നം ആണോ നോക്കും. സമ്മിൻ്റെ വാല്യൂ എന്താണ്? 6 ആണ്. ഗിവൺ നമ്പർ എന്താണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രിൻറ്റ് ആംസ്ട്രോങ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം.